സിനിമാ ലോകം കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞു. 98ാമത് അക്കാദമി അവാർഡുകൾ അഥവാ ഓസ്കാർ പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശക പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹോളിവുഡിലെ വമ്പൻ ചിത്രങ്ങളും പ്രിയ താരങ്ങളും അണിനിരക്കുന്ന ഈ പട്ടികയിൽ ഇത്തവണ ചില അപ്രതീക്ഷിത റെക്കോർഡുകളും ഒപ്പം ഇന്ത്യക്ക് ചെറിയൊരു നിരാശയും ഒളിഞ്ഞിരിപ്പുണ്ട്. ആരൊക്കെയാണ് ഇത്തവണത്തെ പട്ടികയിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇത്തവണത്തെ നാമനിർദ്ദേശക പട്ടികയിൽ 2 സിനിമകളാണ് സിംഹഭാഗവും കൈക്കലാക്കിയിരിക്കുന്നത്. അതിലൊന്ന് റയാൻ കുഗ്ലർ സംവിധാനം ചെയ്ത മ്യൂസിക്കൽ വാമ്പയർ ചിത്രം സിന്നേഴ്സ് ആണ്. റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചാണ് സിന്നേഴ്സിന്റെ വരവ്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ തുടങ്ങി 16 വിഭാഗങ്ങളിലാണ് ഈ ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ഇതിനു മുൻപ് ടൈറ്റാനിക്, ലാ ലാ ലാൻഡ് തുടങ്ങിയ സിനിമകൾ നേടിയ 14 നാമനിർദ്ദേശങ്ങൾ എന്ന റെക്കോർഡാണ് സിന്നേഴ്സ് ഇത്തവണ പഴങ്കഥയാക്കിയത്. രണ്ടാമത്തെ ചിത്രം മാർട്ടി സുപ്രീമാണ്. അമേരിക്കൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം മാർട്ടി റെയ്സ്മാന്റെ ജീവിതം പറയുന്ന ഈ ചിത്രം തിമോത്തി ഷാലമിയുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാണ്. ജോഷ് സാഫ്ഡി സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രധാന വിഭാഗങ്ങളിലെല്ലാം നോമിനേഷൻ നേടിയിട്ടുണ്ട്. അഭിനയ രംഗത്തെ പോരാട്ടം ഇത്തവണ വളരെ കടുപ്പമേറിയതാണ്. മികച്ച നടനുള്ള നോമിനേഷനിൽ യുവതാരം തിമോത്തി ഷാലമിയും ഇതിഹാസ താരം ലിയാനാർഡോ ഡികാപ്രിയോയും തമ്മിലാണ് പ്രധാന മത്സരം. ഇവരെ കൂടാതെ ഈതൻ ഹോക്ക്, മൈക്കിൾ ബി ജോർദാൻ എന്നിവരും പട്ടികയിലുണ്ട്. മികച്ച നടിക്കുള്ള പോരാട്ടത്തിൽ ജെസി ബക്സി, എമ സ്റ്റോൺ, കെറ്റ് ഹഡ്സൺ എന്നിവർ മാറ്റുരയ്ക്കുന്നു. വിദേശ ഭാഷാ വിഭാഗത്തിൽ തിളങ്ങിയ നോർവീജിയൻ നടി റിനാഡ റൈൻസ്വേയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നിരാശയുടെ വാർത്തയാണ് ഓസ്കാർ നൽകുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ഹോംബൗണ്ട് വിദേശ ഭാഷാ വിഭാഗത്തിലെ നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചില്ല. എന്നാൽ യുവാക്യം ട്രയർ സംവിധാനം ചെയ്ത നോർവീജിയൻ ചിത്രം സെന്റിമെന്റൽ വാല്യൂ 9 നാമനിർദ്ദേശങ്ങളുമായി ഹോളിവുഡ് വമ്പന്മാരോട് കിടപിടിക്കുന്നുണ്ട്. ബ്രാഡ് പിറ്റ് അഭിനയിച്ച F1 മികച്ച ചിത്രത്തിനുള്ള പട്ടികയിലെ സർപ്രൈസ് എൻട്രിയായി മാറി. ഈ വർഷത്തെ ഓസ്കാറിലെ മറ്റൊരു പ്രത്യേകത കാസ്റ്റിംഗ് എന്ന പുതിയ വിഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡാനിയൽ ബ്രൂക്സും ലൂവിസ് പോൾമനും ചേർന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തിയത്. മികച്ച സംവിധായകരുടെ നിരയിൽ ക്ലോയി ഷാവോ, പോൾ തോമസ് ആൻഡേഴ്സൺ തുടങ്ങിയ പ്രമുഖർ ഇടം പിടിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ ആരായിരിക്കും സുവർണ ശില്പം ഏറ്റുവാങ്ങുക എന്നറിയാൻ ഇനി കുറച്ച് നാളുകൾ കൂടി നമുക്ക് കാത്തിരിക്കാം.